നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പ്രവാസി ലോകം. പ്രവാസിയടക്കം 2 പേർ മരിച്ചതായി UAE റിപ്പോർട്ട് ചെയ്യുന്നു. കൊറോണ വൈറസ് ബാധിച്ച് UAEയിൽ ആദ്യ 2 മരണമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് രോഗബാധ വ്യാപകമാകുന്നത് തടയുന്നതിനുള്ള കഠിന ശ്രമങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് 2 മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. UAE ആരോഗ്യ മന്ത്രാലയമാണ് മരണം സ്ഥിരീകരിച്ചത്. ഒരു അറബ് പൗരനും ഏഷ്യക്കാരനുമായ ഒരു പ്രവാസിയുമാണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. 78-കാരനായ അറബ് പൗരൻ യൂറോപ്യൻ യാത്ര കഴിഞ്ഞ് വന്നതോടെയാണ് രോഗബാധിതനായെന്നാണ് ലഭ്യമാകുന്ന വിവരം. 59-കാരനായ ഏഷ്യക്കാരൻ നേരത്തെ തന്നെ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. അതേസമയം ഒമാനിൽ മലയാളിയടക്കം 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ ഒമാനിൽ നിന്ന് ഒരു പ്രവാസിയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതും കൊറോണ ബാധയെ തുടർന്ന് തന്നെയാണ്. ഒമാനിൽ മലയാളിയടക്കം ഇന്നലെ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 48 ഉയർന്നു. ഈ മാസം 13-ന് കണ്ണൂരിൽ നിന്നുള്ള ഗോ എയർ വിമാനത്തിൽ മസ്കറ്റിലെത്തി സലാലയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്ത കണ്ണൂർ കതിരൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ജീവനക്കാരനുമായ 53-കാരനാണ് രോഗബാധിതൻ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പനിയും ചുമയും മൂലം 16-ന് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയുണ്ടായി. വ്യാഴാഴ്ചയാണ് പരിശോധനാ ഫലം വന്നത്. പരിശോധനാ ഫലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതാദ്യമായാണ് കേരളത്തിന് പുറത്ത് മലയാളിക്ക് COVID-19 സ്ഥിരീകരിക്കുന്നത്. ഇവരെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇവരുമായി അടുത്തിടപഴകിയവർ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. അതേസമയം ഒമാനിൽ 13 പേർ രോഗവിമുക്തരും ആയിട്ടുണ്ട്. സുഹാറിലും ഇബ്രയിലും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും നൽകി. സാഹചര്യങ്ങൾ മുതലെടുത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവരെ കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് ലഭ്യമാണ്. ഒട്ടേറെ കേസുകൾ ഇന്റർപോൾ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പുകൾ. മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നവർ സൂക്ഷ്മത പുലർത്തണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സാമൂഹ്യ സമ്പർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുൾപ്പെടെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പൊതുജനങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. UAEയിലെ 2 മരണമടക്കം കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഇതോടെ 3 മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ബഹ്റൈനിൽ ഒരാൾ മരിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.